ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗീവ് us this day our daily bread എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഈ കാര്യത്തെപ്പറ്റി ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൽ ആളുകൾക്ക് സംശയം കിടക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് ആഹാരമായി കൂടാ, എന്തുകൊണ്ട് അപ്പം തന്നെ വേണം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതെന്നെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചവരോടൊക്കെ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇത് ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ കാര്യത്തിൽ. അപ്പം ഞാനിത് പലരുമായിട്ട് സംസാരിച്ചു. കൂടുതൽ പേരും അപ്പം എന്നതിനോട് യോജിക്കുകയാണ്. എന്നാൽ ചിലർ ആഹാരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് മൈ കോൺവെർസേഷൻ വിത്ത് നമ്മുടെ പാസ്റ്റർ ഷിബു പിടിയക്കലുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ വ്യൂ പോയിൻ്റ് ടോട്ടലി വളരെ വ്യത്യസ്തമാണ്. ബോട്ട് ദി ഓയിൻ ചെയ്യുമ്പോൾ അൺബിലീവബിൾ. ഐ തിങ്ക് ഹി വിൽ ഡു എ ലൈവ് ഓൺ ദാറ്റ്. അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അങ്ങനെ ഒരു ലൈവ്. എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ അപ്പവീഞ്ഞുകൾ അതിൻ്റെ രൂപാന്തരം നമ്മൾ സംഭവിക്കുന്ന ആ സമയം കഴിഞ്ഞിട്ട് നമ്മുടെ തുബദയം കഴിഞ്ഞ് നമ്മൾ മറശീല വലിച്ച് നമ്മൾ അൻപുടയോനെ ചൊല്ലുമ്പോൾ അച്ഛനവിടെ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നടത്തുക. ശുശ്രൂഷ നടത്തി കഴിഞ്ഞിട്ട് വരുന്ന അച്ഛൻ പുതിയതായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളെ സ്വർഗസ്ഥ പിതാവ് എന്ന് ഞങ്ങളെ വിളിക്കുവാൻ യോഗ്യരാക്കിയിരിക്കുന്ന ആ യോഗ്യത കിട്ടിയത് കൊണ്ടാണ് നമ്മളവിടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന ആ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ശ്രേഷ്ഠമായ ഒരു കാര്യം എന്താണ് എന്ന് നമ്മളൊന്നും കൂടെ ഇരുന്ന് ചിന്തിക്കണം. നമുക്കവിടെ ഒരു യോഗ്യത ലഭിക്കുകയാണ്. എന്താണ്? സ്വർഗസ്ഥ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട്. അതാര് മുഖാന്തരമാണ്? കർത്താവ് യേശു മിശിഹ മുഖാന്തരമാണ് നമുക്കത് വിളിക്കാനുള്ള യോഗ്യതയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്കത് പറയാനുള്ള ആ യോഗ്യതയിലെത്തി. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഗിവ് us this day our daily bread എന്നുള്ളതാണ്. ദിവസേനയുള്ള ആഹാരം, അല്ല ഇന്നത്തേക്കുള്ള എൻ്റെ അപ്പം തരണം. അപ്പോൾ ആ ബ്രെഡിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു നമ്മൾ ചിന്തിച്ചത്, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും. പല ആളുകളും എനിക്കറിയാം, അവരൊക്കെ ഈ ഇൻ്റർലീനിയർ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സുറിയാനിയിലുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ഗ്രീക്കിലുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ പുതിയ നിയമം ഗ്രീക്കിലല്ലേ എഴുതിയത്, അപ്പോൾ ഗ്രീക്കിലായിരിക്കുമല്ലോ കാണുന്നു, അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കണമല്ലോ, ഗ്രീക്കിലാകണ്ടേ, അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ഇതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ രണ്ട് പ്രാർത്ഥനകളുള്ള സ്പെഷ്യാലിറ്റി. അപ്പോൾ അവിടെ ഗ്രീക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം. നമുക്കാദ്യം ലൂക്കോസിൻ്റെ സുവിശേഷം, നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ തോന്നുന്നു. ഇതാണ് നമ്മൾ ബൈബിൾ ഹബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർലീനിയർ ബൈബിൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 11:3 ഇത്. അപ്പോൾ അവിടെ ഇത് കണ്ടോ, അതായത് ആർട്ടോസ് എന്നാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഡെയിലി എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പിയൂസിയോൺ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? എപ്പിയൂസിയോൺ. ഇനിയും ഇത് തന്നെ മത്തായി ശ്ലീഹായുടെ ഇതിൽ എടുക്കുമ്പോഴും
ഇവിടെ ഇതാണ് ഗ്രീക്കിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. മനസ്സിലായി? ഇതാണ് ഗ്രീക്ക്. ഇത് അതിൻ്റെ ഹീബ്രു ആണെന്ന് തോന്നുന്നു. ഹീബ്രു ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന എപ്പിയൂസിയോൺ എന്നാണ് നമുക്ക് കാണുന്നത്. ഇനിയും ഈ എപ്പിയൂസിയോൺ എന്ന ഈ പദം നിങ്ങളെല്ലാവർക്കും ഒരു റിസർച്ച് ചെയ്യുക. ഇത് എവിടെയാണ് ഗ്രീക്കിൽ, അതായത് നമ്മുടെ ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുത്ത് ലിപിയുണ്ടല്ലേ, അല്ലെങ്കിൽ പുസ്തകങ്ങളുണ്ട്. നമ്മളിന്ന് 2025 അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡെയിലി എന്നുള്ള കാര്യത്തിന് എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല വാക്കും ഡെയിലി ഈ ഡെയിലി യൂസ് ചെയ്യുന്ന എപ്പിയൂസിയോൺ എന്നാണോ എന്ന് നോക്കണം. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണല്ലോ ChatGPT. അപ്പം നമുക്ക് ChatGPTയോട് ചോദിക്കാം എന്താണ് ഇത്. അപ്പം ഞാൻ ചോദിച്ചാണ് വേർ the word epiousion is being used in any Greek books. അവർ പറയാണ് പ്രൈമറി ഒക്കറൻസ് ഇൻ ദ ബൈബിൾ. ഗ്രീക്കിൽ ട്രാൻസ്ലിട്രേഷൻ ഇവിടെ ഇതാണ് കണ്ട. യൂസ് ഇൻ ഗ്രീക്ക് ബുക്സ്. നോ അറ്റസ്റ്റഡ് യൂസേഴ്സ് ഓഫ് എപ്പിയൂസിയോൺ ഹാവ് ബീൻ ഫൗണ്ട് ഇൻ any non-Christian Greek text. ഒരു ഗ്രീക്ക് ടെക്സ്റ്റിലും ഇന്ന് വരെ നമ്മൾ 2025 എപ്പിയൂസിയോൺ എന്ന് പറയുന്ന ഈ വാക്ക് എങ്ങും യൂസ് ചെയ്തിട്ടില്ല. ഈ ബൈബിളിൽ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11:3 മത്തായിയുടെ സുവിശേഷം 6:11 മാത്രമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് നമുക്ക് ദൈവം തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. സീരിയസ് ആയിട്ട് ചിന്തിക്കണം. എന്നോട് തർക്കിക്കാൻ വരുന്ന ആളുകൾ പലരും തന്നെ അവർ പൗരോഹിത്യത്തിലിരിക്കുന്നവർ. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പൗരോഹിത്യത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇതെന്താണ് മനസ്സിലാകാത്തത്? അവരെ ഇനി എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകളിൽ വ്യാപൃതരല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ആടുകളെ ചെന്നായ്ക്കൾ കൊണ്ടുപോകും. നിങ്ങൾ ചെന്നായ്ക്കൾ ആടുകളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം ഇത് സംബന്ധിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കുക. മാറ്റണമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം സഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് കാനോനികമായിട്ട് അതിൻ്റെ സുന്നോദോസ് തീരുമാനിച്ച് അല്ലെങ്കിൽ കൽപ്പനകൾ വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കൽപ്പന എഴുതാനായിട്ട് ഞാൻ ആളല്ലല്ലോ. അപ്പം എൻ്റെ പരിധി നിന്നുകൊണ്ട് എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ളത് കാണിക്കാനും പറ്റും. അത് ഞങ്ങൾ പല അയ്മേനികളും കാണിച്ചു തന്നാണ്. ഈ 2025 വർഷമായിട്ട് ഈ ഒരു സ്പെഷ്യൽ പദം വിശുദ്ധ ബൈബിളിൽ മാത്രം യൂസ് ചെയ്തിരിക്കുകയും അത് ഇന്നേ വരെ ലോകത്ത് ഒരു ബുക്കിലും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്പെഷ്യലാണ്. അത് വളരെ 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 സ്പെഷ്യലാണ്. ഇത് ബൈബിളിന് വേണ്ടിയിട്ട് മാത്രം കോയിൻ ചെയ്തതാണ്. കാരണം ഇത് കൊടുത്തത് നമ്മുടെ കർത്താവായ യേശു മിശിഹായാണ്. ദിവസവും നമ്മൾ സ്വീകരിക്കുന്നത് അവനെയാണ് സ്വീകരിക്കുന്നത്. അവൻ്റെ തിരുശരീര രക്തങ്ങളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വേറെങ്ങും ഇല്ലാത്തത്. അതുകൊണ്ടാണ് അത് വേറെ ആരും ഉപയോഗിക്കാത്തത്. ദിസ് ഈസ് സോ യുണീക്ക്. അതെന്നും ആഘോഷിക്കുന്നവർ,
അതെന്നും അനുഭവിക്കുന്നവർ. നമുക്കിത് മനസ്സിലായില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് മിക്കവാറും പെന്തക്കോസ്തുകാരും മറ്റുള്ളവരുമൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കും. നമ്മുടെ ആളുകളോട് ഇത് പറഞ്ഞ് നമ്മൾ മടുക്കും. പക്ഷേ നാളെ ഇത് പറഞ്ഞില്ല, അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, ഞാനതിൽ ശ്രദ്ധാലുവായിരുന്നേനെ എന്ന് ആരും പറയാനിടയാകരുത്. അതുകൊണ്ട് മാത്രം പറയുന്നു, മാറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഇതിൻ്റെ പേരിലൊരു കൽപ്പന വരുമെന്നോ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും സുന്നഹദോസ് കൂടുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മറ്റ് പല കാര്യങ്ങൾക്ക് സുന്നഹദോസുകൾ കൂടാൻ ആയിട്ട് വളരെ ഇൻട്രസ്റ്റാണ്. മനസ്സിലായോ? ദൈവവചനത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നമുക്കൊരു സുന്നഹദോസും നമ്മൾ ചെയ്യില്ല. അതെങ്ങനെ കിടന്നാലെന്നാ, എങ്ങനെ വായിച്ചാലെന്നാ, എങ്ങനെ യൂസ് ചെയ്താലെന്നാ ഒരു കുഴപ്പവുമില്ല. ഈ ഒരു കാര്യം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ പിതാക്കന്മാരാണെങ്കിലും അവരോടുള്ള എനിക്കുള്ള എൻ്റെ ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ക്ലർജി മീറ്റിങ്ങുകളിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ യൂത്ത് അസോസിയേഷനുകളിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. സൺഡേ സ്കൂളുകളുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യണം. അത് അടി തൊട്ട് മുടി വരെ എല്ലാവരും ഇതിൻ്റെ പ്രത്യേകതയും, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ കർത്തൃപ്രാർത്ഥന അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് എന്നുള്ളത് പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനവധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലസ് യു.